നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് മാറ്റ് ഫില്ലിംഗ് സ്റ്റിച്ചാണ്. മാറ്റ് ഫില്ലിംഗ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാനിവിടെ ട്രപ്പീസിയൻ ഷേപ്പാണ് കേട്ടോ ഡ്രോ ചെയ്യുന്നത്. ഈ ഷേപ്പ് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം എന്നില്ല, സ്ക്വയർ ഷേപ്പ് വേണേലും പ്രാക്ടീസ് ചെയ്യാം. പക്ഷേ ഈ ഒരു ഷേപ്പ് ആകുമ്പം പിന്നെ സൈഡിൽ സ്ലാൻറ്റിങ് ആയിട്ടല്ലേ വന്നേക്കുന്നത്, അപ്പോൾ നമുക്ക് എഡ്ജസ് ഒക്കെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. ഇതൊരു ഫില്ലിംഗ് സ്റ്റിച്ചാണ് കേട്ടോ, ആ പേരിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ബോക്സിനുള്ളിലാണ് നമുക്ക് ഫില്ലിംഗ് ചെയ്യേണ്ടത്. മാറ്റ് ഫില്ലിംഗ് നമ്മൾ ഓരോ ലെയറായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ലെയറും തുല്യ മെഷർമെൻ്റ് ആയിരിക്കണം. അതുകൊണ്ട് ഞാനിവിടെ ആ ഒരു ഡിസ്റ്റൻസ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനൊരു 1/2 സെൻറ്റിമീറ്റർ വെച്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി 1/2 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ നമുക്ക് ലൈൻസ് വരച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വെർട്ടിക്കൽ ലൈൻസ് അല്ലേ വരച്ചേ, ഇനി പാരലലായിട്ടും കൂടി ഞാൻ ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട്. അതും 1/2 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ 1/2 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ ഞാൻ പോയിൻ്റ് മാർക്ക് ചെയ്തു. ഇനി ഒരു ബോക്സിൽ മാത്രം ഈ മാർക്ക് ചെയ്ത പോയിൻറ്റിൽ ഹോറിസോണ്ടൽ ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട്. പേന കൊണ്ട് ഒന്നുകൂടെ ഒന്ന് വരച്ച് കാണിക്കാം. ഇപ്പോൾ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇപ്പം നമ്മൾ വരച്ച ഇതേ രീതിയിൽ തന്നെ സെയിം സ്ഥലത്ത് തന്നെ ഒന്നിടവിട്ടുള്ള ബോക്സിൽ വരച്ചു കൊടുക്കണം. ഇനി സെൻറ്ററിൽ ബ്ലാങ്ക് ആയിട്ട് ഇട്ടിരിക്കുന്ന ഈ ഒരു ബോക്സില്ലേ, ഈ ബോക്സിൽ നമ്മൾ ലൈൻ വരയ്ക്കുന്നത് ഇപ്പം നമ്മൾ ഹോറിസോണ്ടൽ വരച്ച ആ ലൈൻ്റെ തൊട്ട് താഴെ ഹോറിസോണ്ടൽ ലൈൻ വരുന്ന രീതിയിലാണ്. ഇതേപോലെ നമ്മൾ വീട് പണിയുമ്പോൾ ചുടുകട്ടയൊക്കെ ഇങ്ങനെ അടുക്കി വെക്കത്തില്ലേ, 2 ചുടുകട്ടയുടെ സെൻറ്ററിൽ വരുന്ന രീതിയിലാണ് തൊട്ട് മുകളിലത്തെ കട്ട വരുന്നത്. അപ്പോൾ അതേ രീതിയിലാണ് കേട്ടോ ഇവിടെയും ഡ്രോയിങ് വരുന്നത്. ഇപ്പം ഞാൻ ഡ്രോ ചെയ്തപ്പം എങ്ങനെയാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇനി സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും കേട്ടോ. ബിഗിനേഴ്സ് എപ്പോഴും ചെയിൻ സ്റ്റിച്ചിൻ്റെ ഔട്ട്ലൈൻ കൊടുത്തിട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഔട്ട്ലൈൻ കൊടുക്കാതെ ചെയ്യുന്നത് ഞാൻ ചെയ്ത് കാണിക്കാം. ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ നമ്മൾ വരച്ച ഷേപ്പ് പോലെ തന്നെ ഔട്ട്ലൈൻ കൊടുക്കണം. ആ കോർണറൊക്കെ ലോക്ക് സ്റ്റിച്ച് കൊടുത്ത് പോയിൻ്റൊക്കെ കറക്റ്റായിട്ട് തന്നെ ഔട്ട്ലൈൻ കൊടുക്കണം കേട്ടോ. ഇനി സ്റ്റിച്ചിങ് ചെയ്യാം. സ്റ്റിച്ചിങ് നമുക്ക് സെൻറ്ററിൽ നിന്ന് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് ഓരോ സൈഡായിട്ട് വേണമെങ്കിലും ചെയ്യാം. അതല്ലെങ്കിൽ ഒരു കോർണറിൽ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് പോവാം. ഈ ഒരു ബോക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ആ ഔട്ട്ലൈൻ കൊടുത്തിരിക്കുന്നതിൻ്റെ ഉള്ളിലായിട്ട് നീഡിൽ കുത്തി ത്രെഡ് എടുക്കുക. അതിനുശേഷം പുറത്ത് ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. ഇനി നീഡിൽ റിവേഴ്സ് കൊണ്ടുപോയി നമ്മൾ ഓരോ ഹോറിസോണ്ടൽ ലൈൻ വരച്ചിട്ടില്ലേ, ആ ലൈനിൽ സ്റ്റിച്ച് ചെയ്യുക. ഓരോ ലൈനിലും നമുക്ക് മുകളിൽ വരെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ലാസ്റ്റ് ലൈൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പം ഔട്ട്ലൈനിന് ഉള്ളിലായിട്ടൊരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക, പുറത്തായിട്ട് ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. വീണ്ടും നീഡിലിനെ റിവേഴ്സ് കൊണ്ടുവന്ന് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഓരോ ലൈനിലേക്ക് ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് താഴേക്ക് കൊണ്ടുവരണം. താഴേക്ക് വരുമ്പോഴും ലാസ്റ്റ് ചെയിൻ വരെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ആ ഔട്ട്ലൈനിന് തൊട്ട് മുന്നേ ആയിട്ട് ഉള്ളിലായിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക, പുറത്തായിട്ട് ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. വീണ്ടും നീഡിലിനെ റിവേഴ്സ് മുകളിലേക്ക് ആ ഓരോ ലൈനിലും ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് പോകണം. നമ്മൾ 5th ക്ലാസ്സിൽ ഡബിൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തില്ലേ, സെയിം അതേപോലെ എല്ലാ ചെയിനും ഒരേ സ്ഥലത്ത് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. ഡബിൾ ചെയിൻ സ്റ്റിച്ചിൽ നമ്മൾ 2 ലെയർ മാത്രമേ സ്റ്റിച്ച് ചെയ്യുന്നുള്ളായിരുന്നു. ഇവിടെ നമ്മൾ 1/2 സെൻറ്റിമീറ്റർ ഗ്യാപ്പിലാണ് ആ ഹോറിസോണ്ടൽ ലൈൻ ഡ്രോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1/2 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ നമ്മൾ സെയിം സ്ഥലത്ത് തന്നെയാണ് ചെയിൻ സ്റ്റിച്ച് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ഒരേ സ്ഥലത്ത് തന്നെ ആ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുന്നത് എടുത്തറിയാൻ പറ്റുന്നുണ്ടല്ലോ. ആ ഹൊറിസോണ്ടൽ ലൈൻ ഡ്രോ ചെയ്തെടുത്തെല്ലാം ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം ആ ഔട്ട്ലൈൻ കൊടുത്തിരിക്കുന്നതിൻ്റെ ഉള്ളിലായിട്ടും പുറത്തായിട്ടും ഓരോ സ്റ്റിച്ച് കൊടുക്കുക. പിന്നെ സ്റ്റിച്ചുകൾ തമ്മിൽ ഗ്യാപ്പ് വരാൻ പാടില്ല. അടിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന തുണി കാണാൻ പാടില്ല. അതേപോലെ അടുപ്പിച്ചായിരിക്കണം സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതുപോലെ ആ ലോക്ക് സ്റ്റിച്ചും കൊടുക്കുന്നത് നമ്മൾ ചെയ്യുന്ന ഷേപ്പിനനുസരിച്ച് ലോക്ക് സ്റ്റിച്ച് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഔട്ട്ലൈൻ ആദ്യം കൊടുത്തപ്പോൾ നമ്മൾ ഡ്രോ ചെയ്ത അതേപോലെ തന്നെ ഔട്ട്ലൈൻ കൊടുക്കണമെന്ന് പറഞ്ഞത്. പിന്നെ മാറ്റ് ഫില്ലിംഗ് സ്റ്റിച്ച് സിംഗിൾ കളറിലും ചെയ്യാം, ഡബിൾ കളറിലും ചെയ്യാം. രണ്ടും ഞാൻ ചെയ്ത് കാണിക്കാം കേട്ടോ. ഇവിടെ ഞാൻ ഡബിൾ കളറാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ബോക്സ് ഫുള്ള് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ എൻഡ് നോട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്യാം. ഈ ഒരു ബോക്സ് സ്റ്റിച്ച് ചെയ്ത സെയിം അതേപോലെ തന്നെയാണ് കേട്ടോ തൊട്ടടുത്ത ബോക്സും നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ലൈൻസ് കൊടുത്തേക്കുന്നത് ശ്രദ്ധിച്ചല്ലോ. നമ്മൾ ഓറഞ്ച് കളറിൽ ഓരോ ചെയിനും കൊടുത്തിരിക്കുന്നതിൻ്റെ സെൻറ്ററിലായിട്ടാണ് തൊട്ടടുത്ത ബോക്സിൻ്റെ സ്റ്റിച്ച് വരുന്നത്. പിന്നെ ഡബിൾ കളറിൽ ചെയ്യുമ്പോൾ എപ്പോഴും എടുത്ത് കാണിക്കുന്ന കളേഴ്സ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഞാനിവിടെ വയലറ്റ് കളറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. എപ്പോഴും എടുത്ത് കാണിക്കുന്ന കളേഴ്സ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്, ഡൾ കളേഴ്സ് യൂസ് ചെയ്യല്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആ ഔട്ട്ലൈനുള്ളിലായിട്ട് നീഡിൽ കുത്തി ത്രെഡ് എടുക്കുക. അതിനുശേഷം പുറത്ത് ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക.
ഇനി നീഡിലിനെ റിവേഴ്സ് കൊണ്ടുപോയി നമ്മൾ ആ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ച സ്ഥലങ്ങളിലെല്ലാം ഓരോ ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് മുകളിൽ വരെ സ്റ്റിച്ച് ചെയ്യുക. മുകളിൽ ലാസ്റ്റ് ലൈൻ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ആ ഔട്ട്ലൈൻ കൊടുത്തിരിക്കുന്നതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച്, പുറത്തായിട്ട് ലോക്ക് സ്റ്റിച്ച്. വീണ്ടും നീഡിലിനെ റിവേഴ്സ് കൊണ്ടുവന്ന് ആ ഓരോ ലൈനിലും ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് താഴെ വരെ സ്റ്റിച്ച് ചെയ്യുക. താഴത്തെ ലാസ്റ്റ് ലൈനിൽ ചെയിൻ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ആ ഔട്ട്ലൈനുള്ളിലായിട്ടൊരു ചെയിൻ സ്റ്റിച്ച്, പുറത്തായിട്ട് ലോക്ക് സ്റ്റിച്ച്. വീണ്ടും റിവേഴ്സ് ഇതേപോലെ തന്നെ ഓരോ ലൈനിലും സ്റ്റിച്ച് ചെയ്യുക. ഈ ഒരു ബോക്സ് ഫുള്ള് ഇതേപോലെ ഈ ഒരു കളർ ഫില്ല് ചെയ്യണം. ഈ ഒരു ബോക്സും ഫുള്ള് നമ്മൾ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ എൻഡ് നോട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്യാം. അടുത്ത ബോക്സ് വീണ്ടും നമ്മൾ ഓറഞ്ച് കളറാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ സ്റ്റിച്ച് ത്രെഡിൽ മാത്രമല്ല, നമുക്ക് ബീഡ്സും ജർദോസിയൊക്കെ യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ബീഡ്സും ജർദോസിയൊക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ വരുന്ന ക്ലാസ്സുകളിൽ കാണിച്ചു തരാം കേട്ടോ. അതുപോലെ എംബോസ്ഡ് ആയിട്ട് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് യൂസ് ചെയ്യാൻ പറ്റും. ഫില്ലിംഗ് സ്റ്റിച്ചുകൾ ചെയ്യുമ്പോൾ ഒരു അട്രാക്റ്റീവ് ലുക്ക് കിട്ടാനായിട്ട് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് യൂസ് ചെയ്താൽ നല്ലതായിരിക്കും. ഉള്ളിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഇതേപോലെ ലൈൻ ഡ്രോ ചെയ്ത് തന്നെ ചെയ്യണം കേട്ടോ. നമുക്കല്ലാതെ വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് തൊട്ട് മുന്നേ ഉള്ള സ്റ്റിച്ചിൻ്റെ സെൻറ്ററിലായിട്ട് അടുത്ത ലെയറിൻ്റെ സ്റ്റിച്ച് കൊടുത്താലും മതി. പക്ഷേ എപ്പോഴും ലൈൻ വരച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. എപ്പോഴും ഇതേപോലുള്ള കോർണർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം, നമ്മൾ ഔട്ട്ലൈൻ കൊടുക്കുന്ന അതേ ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്യണം. ഔട്ട്ലൈൻ കൊടുത്തില്ലെങ്കിൽ നമ്മളവിടെ ലൈൻ ഡ്രോ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ, ആ ലൈനിനെ ബേസ് ചെയ്ത് തന്നെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഇനി ഇവിടെ ലാസ്റ്റ് ചെറിയൊരു പാർട്ട് മാത്രമല്ലേ ഫില്ല് ചെയ്യാനുള്ളൂ. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലുള്ള ഷേപ്പ് ഒന്നും നോക്കണ്ട, ജസ്റ്റ് ഫില്ലിങ് അങ്ങ് ചെയ്താൽ മതി. ഇതുപോലെ കോർണറിൽ ചെറിയ പാർട്ടൊക്കെ നമുക്ക് ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലുള്ള മാറ്റ് ഫില്ലിംഗ് പോലെ നമുക്ക് അതേ റൂളിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഓരോ ചെയിൻ്റെ സെൻറ്ററിൽ സ്റ്റിച്ച് കൊടുത്ത് അത്രയും ചെയ്യാനുള്ള സ്പേസ് അവിടെ കാണത്തില്ല. അപ്പോൾ നമുക്ക് ഫില്ലിംഗ് ആയിട്ട് അങ്ങ് ചെയ്താൽ മതി. ഇപ്പോൾ മാറ്റ് ഫില്ലിംഗ് സ്റ്റിച്ച് എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി ഇതിനൊരു ഫിനിഷിങ് കിട്ടാനായിട്ട് നമുക്ക് ഔട്ട്ലൈൻ കൂടി ഫില്ല് ചെയ്യണം. ഔട്ട്ലൈൻ ഞാൻ എപ്പോഴും പറയുന്ന പോലെ സിൽക്ക് ത്രെഡ് കൊടുക്കാം, സെറി ത്രെഡ് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ബീഡ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ആ ഒരു ഡിസൈനിന് ചെയ്യുന്നത് അതിനനുസരിച്ച് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ ബ്ലാക്ക് കളർ സിൽക്ക് ത്രെഡിൻ്റെ ഔട്ട്ലൈൻ കൊടുക്കുകയാണേ. ഇനി ഒരു സർക്കിളിൽ എങ്ങനെ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ഫില്ല് ചെയ്യാമെന്ന് പഠിക്കാം. മാത്രമല്ല ഇവിടെ ഞാൻ ഔട്ട്ലൈൻ കൊടുക്കുന്നില്ല കേട്ടോ. ഔട്ട്ലൈൻ കൊടുക്കാതെയാണ് നമ്മൾ സൈഡിൽ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി ഇവിടെ ഇതിനുള്ളിലായിട്ട് വെർട്ടിക്കൽ ലൈൻസ് വരച്ചു കൊടുക്കാം. വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കുമ്പോൾ നമുക്ക് എത്ര വീതിയിലാണോ മാറ്റ് ഫില്ലിംഗ് ഓരോ കളറും ചെയ്യേണ്ടത്, അപ്പോൾ അത്രയും വീതിയിലാണ് കേട്ടോ ഇവിടെ നമ്മൾ ആ ഒരു ഡിസ്റ്റൻസ് കൊടുക്കുന്നത്. ഞാനിവിടെ മുകളിൽ കൊടുത്ത അത്ര വീതിയിൽ കൊടുക്കുന്നില്ല, കുറച്ചുകൂടെ വീതി കുറച്ചാണ് കൊടുക്കുന്നത്. മാത്രമല്ല ഇവിടെ ഞാൻ സിംഗിൾ കളർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ചെയിൻ്റെ ലെന്ത് ഞാൻ 1/2 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ കൊടുക്കുന്നത്. 1/2 സെൻറ്റിമീറ്റർ തന്നെ കൊടുക്കണം എന്നില്ല, നിങ്ങൾക്ക് എത്ര നീളത്തിൽ ചെയിൻ കൊടുക്കണോ അത്രയും നീളത്തിൽ ചെയിൻ കൊടുക്കാം. പിന്നെ എല്ലാ ചെയിനുകളും ഒരേ ഇടത്ത് തന്നെ ആയിരിക്കണം സ്റ്റിച്ച് ചെയ്യേണ്ടത്, കയറി ഇറങ്ങിയൊന്നും പോവല്ല്. ഇതുപോലെ ഉള്ളിൽ മാർക്ക് ചെയ്തിട്ട് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. മാർക്ക് ചെയ്യാതെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയ ഡിഫറൻസ് ഒക്കെ വരും നമ്മൾ സ്റ്റിച്ചിൽ. അപ്പോൾ അങ്ങനെ സ്റ്റിച്ചിൽ ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ മാറ്റ് ഫില്ലിംഗ് സ്റ്റിച്ച് കാണാനൊരു ഭംഗി ഉണ്ടായിരിക്കത്തില്ല, ഒരു ഫിനിഷിംഗ് ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും മാർക്ക് ചെയ്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഇവിടെ നമുക്ക് സെൻറ്ററിൽ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം, സൈഡിൽ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാനിവിടെ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ കർവ് അല്ലേ, കർവ് ആയതുകൊണ്ട് കർവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാൽ ചിലപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു സ്റ്റിച്ച് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫസ്റ്റ് ലൈൻ വരച്ചിട്ടില്ലേ, ഈ ഒരു ലൈനിൻ്റെ സൈഡിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ആദ്യം ഈ ഒരു ലൈനിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്റ്റിച്ച് കറക്റ്റായിട്ട് മനസ്സിലാവുകയും ചെയ്യും. മാത്രമല്ല കർവ് കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും പറ്റും. ഇവിടെ ഇനി കർവ് ഫില്ലാവാൻ ഒരു ലെയറും കൂടി മതി. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു സ്റ്റിച്ചിൽ തന്നെ ചെയ്യണം എന്നില്ല, ജസ്റ്റ് ആ ഒരു കർവ് ഫില്ലായാൽ മതി. ഇനി ഇവിടെ എൻഡ് നോട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്യാം. ഇവിടെ എൻഡ് നോട്ട് കൊടുക്കാതെ ഡയറക്റ്റ് വേണമെങ്കിൽ നമുക്ക് അടുത്ത ബോക്സിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പോകാം കേട്ടോ. ഇവിടെ നമ്മൾ കളർ ചേഞ്ച് ചെയ്യാത്തതുകൊണ്ട് സെയിം ത്രെഡ് തന്നെ ഈ ഒരു കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. മാറ്റ് ഫില്ലിംഗ് ചെയ്യാൻ ഈസിയാണ്, പക്ഷേ നമ്മൾ ആ ഒരു
ഔട്ട്ലൈനിൽ സെയിം ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് കുറച്ച് ബുദ്ധിമുട്ട് വരുന്നത്. അത് നമ്മൾ വരച്ച ഡ്രോയിങ്ങിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഇവിടെ നമ്മൾ പുറമേ ഔട്ട്ലൈൻ കൊടുത്തിട്ടില്ല. മുകളിൽ നമ്മൾ ഔട്ട്ലൈൻ കൊടുത്തിട്ടുള്ളത് കൊണ്ട് ആ ഒരു ഔട്ട്ലൈനിന് മുന്നേ ഔട്ട്ലൈനിന് പുറത്തുമായിട്ട് ഓരോ സ്റ്റിച്ച് കൊടുത്ത് നമുക്ക് ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇവിടെ നമ്മൾ അങ്ങനെ ഔട്ട്ലൈൻ കൊടുക്കാത്തത് കൊണ്ട് ആ വരച്ച ലൈനിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോകണം കേട്ടോ. ഞാൻ ചെയിൻ സ്റ്റിച്ച് ആ ഔട്ട്ലൈൻ വരച്ചതിലും അതുപോലെ ലോക്ക് സ്റ്റിച്ച് ആ ഡ്രോയിങ്ങിൻ്റെ തൊട്ട് വെളിയിലായിട്ടുമാണ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു കളർ തന്നെ സ്റ്റിച്ച് ചെയ്തതുകൊണ്ട് ആ ഒരു സ്റ്റിച്ച് എടുത്തറിയുന്നില്ല കേട്ടോ. നമ്മൾ മുകളിൽ 2 കളർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു സ്റ്റിച്ച് എടുത്തറിയായിരുന്നു ഓരോ ബോക്സും സ്റ്റിച്ച് വരുന്നത്. ഇത് സെയിം കളർ തന്നെയല്ലേ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് അത്ര ഒരു ഹൈലൈറ്റ് ചെയ്യത്തില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ഡബിൾ കളർ യൂസ് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ മാറ്റ് ഫില്ലിംഗ് സ്റ്റിച്ചിന് നല്ലത്. ഇത് ഫ്ലാറ്റ് മാറ്റ് ഫില്ലിംഗ് നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണ് ഇത് എടുത്തറിയാത്തത്. എംബോസ്ഡ് മാറ്റ് ഫില്ലിംഗ് ആകുമ്പോൾ സെയിം കളർ യൂസ് ചെയ്താലും നമുക്കത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അത് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും കേട്ടോ. ഈ ഒരു സ്റ്റിച്ചിൽ സിൽക്ക് ത്രെഡ് മാത്രം യൂസ് ചെയ്ത് ചെയ്യണമെന്നില്ല, നമുക്ക് വേണമെങ്കിൽ ജെറി ത്രെഡും ഒരു ലെയർ യൂസ് ചെയ്യാം കേട്ടോ. ഫില്ലിങ്ങിൽ ഇടയ്ക്ക് നമ്മൾ ബീഡ്സ് ആഡ് ചെയ്യത്തില്ല കേട്ടോ, കാരണം ബീഡ്സിൻ്റെ മാറ്റ് ഫില്ലിംഗ് കുറച്ച് വ്യത്യാസമുണ്ട്. അത് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. ഇനി ഇവിടെ ആ ഒരു കർവ് എൻഡ് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എൻഡ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഈ ഡ്രോ ചെയ്ത പോലെ തന്നെ സ്റ്റിച്ചസ് വരണം എന്നില്ല. എൻഡിങ്ങിൽ വരുമ്പോൾ നമുക്ക് ആ ഒരു കർവ് ഫില്ല് ചെയ്യുന്ന രീതിയിൽ സ്റ്റിച്ച് കൊടുക്കണം. ഇതുപോലെ സൈഡിൽ വരുമ്പോൾ നമ്മൾ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ എൻഡ് നോട്ട് കൊടുത്ത് നമുക്ക് ഫിനിഷ് ചെയ്യാം. ഇനി ഇവിടെ ഔട്ട്ലൈൻ കൊടുക്കണം. ഇവിടെ ഔട്ട്ലൈനായിട്ട് ഞാൻ ബീഡ്സ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നമുക്ക് എന്ത് വേണേലും യൂസ് ചെയ്യാം, സിൽക്ക് ത്രെഡോ ജെറി ത്രെഡോ ബീഡ്സോ അങ്ങനെ എന്ത് വേണേലും യൂസ് ചെയ്യാം. ഞാനിവിടെ ഷുഗർ ബീഡ്സ് ആണ് കൊടുക്കുന്നത്, ബ്ലാക്ക് കളറ്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. നിങ്ങൾ സിംഗിൾ കളറിലും അതുപോലെ ഡബിൾ കളറിലും ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് ഡബിൾ കളർ യൂസ് ചെയ്യണമെന്നില്ല, നമുക്ക് എത്ര കളർ വേണേലും അതിൽ യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ ചെക്ക് സാരിയോ ബ്ലൗസൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അതിന് മാച്ച് ആവുന്ന രീതിയിൽ മാറ്റ് ഫില്ലിംഗ് കൊടുക്കുകയാണെങ്കിൽ അതിൽ മാച്ച് ആകുന്ന കളേഴ്സ് എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്